തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ മുകളിൽ നിന്ന് റെയിൽവേ ഇലക്ട്രിക്കൽ കേബിൾ കത്തി 330 ബൈക്ക് കത്തി നശിച്ച് മാസം 2 ആകുന്നു. തനിനാടൻ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ബൈക്ക് കത്തി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകില്ലെന്ന കടുത്ത നിലപാടിലാണ് റെയിൽവേ അധികൃതർ. മാത്രമല്ല, തീപിടിച്ച് കേടായ വാഹനങ്ങൾ ഉടനെ മാറ്റണമെന്ന ഭീഷണിയും എത്തിയത് വല്ലാത്ത എതിർപ്പാണ് റെയിൽവേയിൽ സ്ഥിരം ബൈക്ക് യാത്രക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സ്ഥിരം യാത്രക്കാരുടെ വാഹനങ്ങളാണ് കത്തിയിരിക്കുന്നത്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയതിനാൽ അധികം ആർക്കും ക്ലെയിം ലഭിക്കില്ല എന്നിരിക്കെ വാഹന ഉടമകളോട് ഇത്തിരി ദയ കാണിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. റെയിൽവേയുടെ ധിക്കാരപരമായ നിലപാട് വലിയ മനുഷ്യത്വരഹിതമാണ്. അതിനെതിരെ മുട്ടാത്ത വാതിലുകളില്ല. പലവിധ സമരങ്ങൾ നടത്തി. പെട്ടെന്ന് കത്തിയ ബൈക്കിന് പകരം വേറെ സംഘടിപ്പിക്കുക ഏറെ ബുദ്ധിമുട്ടാണ്. ലോൺ എടുത്ത ബൈക്കുകൾ തിരിച്ചടവ് മുടങ്ങിയതും സ്വകാര്യ ലോൺ ഏജൻസികൾക്ക് തിരിച്ചടിയായി. റെന്റിന് വാഹനം നൽകിയവരും കഷ്ടത്തിലായി. വരുമാനം നഷ്ടപ്പെട്ടവർ എന്തു ചെയ്യുമെന്നറിയാതെ കുഴങ്ങുന്നു. കുറച്ചു പേർക്ക് മാത്രമേ ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉള്ളത്. ഇതിനിടെ തൃശൂർ പാർലമെന്റ് എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് സമരം നടത്തുന്നതിന് ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് റെയിൽവേയിലെ ഉന്നതരുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം വേഗത്തിൽ ലഭിക്കുമെന്നാണ് ഇക്കൂട്ടരുടെ പ്രതീക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ നഷ്ടപരിഹാര നടപടികൾ ഊർജിതമാകുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. പൂരം കലക്കിയ സംഭവവും ബൈക്ക് കത്തി നഷ്ടപരിഹാരം നൽകാത്തതും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമോ എന്ന ഭയത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക്. നന്ദി, നമസ്കാരം. തനിനാടൻ മലയാളി ന്യൂസ്, തൃശൂർ ബ്യൂറോ.